ദീപസ്തംഭമാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് വെളിച്ചമേകുന്നു. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട മാട്ടൂൽ ബോർഡ് മാപ്പിള ബോയ്സ് എലിമെന്ററി സ്കൂളായിരുന്നു മാട്ടൂലിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം. കളുടെ തുടക്കത്തിലും 30കളുടെ ഒടുക്കത്തിലുമാണ് മാട്ടൂലിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉദയം ചെയ്തു തുടങ്ങിയത്. അക്കൂട്ടത്തിൽ എന്തുകൊണ്ടും പ്രഥമഗണനീയമായ സ്ഥാനമാണ് മാട്ടൂലിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രസ റിഫായിയ വിദ്യാലയത്തിനുള്ളത്. ശ്രീ KV തങ്ങൾ പ്രസിഡന്റും ശ്രീ SKP അബു ഹാജി മാസ്റ്റർ സെക്രട്ടറിയുമായിട്ടുള്ള തൻവീറുൽ ഇസ്ലാം സഭയുടെ ആഭിമുഖ്യത്തിൽ മദ്രസ റിഫായിയ നിലവിൽ വന്നത്. പേരിൽ കാണുന്നത് പോലെ മതപഠനത്തിനായിരുന്നു ആദ്യകാലത്ത് പ്രാധാന്യം നൽകിയിരുന്നത്. പൊതുവിദ്യാഭ്യാസത്തെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ സ്ഥാപനം പിന്നീട് വിദ്യാലയമാക്കുകയാണുണ്ടായത്. 1 മുതൽ 5 വരെ ക്ലാസുകളുള്ള എലിമെന്ററി സ്കൂളും 8 വരെ ക്ലാസുകളുള്ള ഹയർ എലിമെന്ററിയും സംയോജിച്ച് ഒന്നായതാണ് ഇന്ന് കാണുന്ന 1 മുതൽ 7 വരെ ക്ലാസുകളുള്ള മദ്രസ റിഫായിയ UP സ്കൂൾ. 1 മുതൽ 7 വരെ ക്ലാസുകളിലായി 15 ഡിവിഷനുകൾ ഈ വിദ്യാലയത്തിലുണ്ട്. അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷാധ്യാപകരും കായിക അധ്യാപകരും ഉൾപ്പെടെ 24 പേർ ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു. മാട്ടൂൽ പഞ്ചായത്തിന്റെ തെക്കേ അറ്റത്ത് 9ാം വാർഡിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതെങ്കിലും 9, 10, 11 വാർഡുകളിലെ കുട്ടികളാണ് മുഖ്യമായും ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ. സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി മേഖലയാണ് പ്രസ്തുത പ്രദേശം. 1ാം തരം മുതൽ 4ാം തരം വരെ ക്ലാസുകളുള്ള GMLP സ്കൂൾ മാട്ടൂലാകുന്നു നമ്മുടെ ഫീഡിംഗ് സ്കൂൾ. കാലം അത് നമുക്ക് പലതും സമ്മാനിക്കുന്നു, പലരെയും പരിചയപ്പെടുത്തുന്നു, പല ഓർമ്മകളും അനുഭവങ്ങളും നൽകുന്നു. ഈ സ്കൂൾ മുറ്റവും നമുക്ക് പലതും സമ്മാനിച്ചിട്ടുണ്ടാകാം. ONV പാടിയതുപോലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം,
പഠനകാലം വളരെ ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ്. കാലം എത്ര കഴിഞ്ഞാലും അതെന്നും നമ്മെ പിറകിലേക്ക് മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. സൗഹൃദത്തിൻ്റെ ആഴപ്പരപ്പ് മറ്റെവിടത്തേതിനേക്കാളും ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് കിട്ടിയ സൗഹൃദത്തിനായിരിക്കാം. ആ പഴയ ഓർക്കാൻ സുഖമുള്ള ഓർമ്മകൾ നമുക്ക് വീണ്ടും ഓർക്കാം. കാലം നഷ്ടപ്പെടുത്തിയ പല സുഹൃത്തുക്കളെയും നമുക്ക് വീണ്ടെടുക്കാം. ഒപ്പം നമ്മുടെ പുതിയ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും പഴയ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാം. Hi, everybody. Hi, hello. Good morning, MRUP. Hi, everybody. Good morning. Thank you. അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി സമ്മേളിക്കാനെത്തിയ MRUPയുടെ പൊന്നാമന മക്കൾക്ക് ഞങ്ങളുടെ ഹൃദയംഗമായ സ്വാഗതം. ആർക്കാണ് ആ പഴയ പുസ്തകത്താളുകൾ ഒന്ന് തുറന്നു നോക്കാൻ ഇഷ്ടമില്ലാത്തത്? അതെ, ഇന്ന് ഈ വിദ്യാലയമുറ്റം ആ പഴയ ഓർമ്മകൾക്ക് വേണ്ടി വഴിമാറുകയാണ്. അതെ, ഇന്നത്തെ ഈ കൂട്ടായ്മ നല്ലൊരു നാളേക്കുള്ള തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ അതിഥികളോ ആതിഥേയരോ ഒന്നും തന്നെയല്ല. എല്ലാം നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൊന്നോമന മക്കൾ, നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ സ്പർശിച്ചറിഞ്ഞ നമ്മുടെ ഗുരുവര്യന്മാർ. അതുകൊണ്ട് തന്നെ ഒരു സ്വാഗത ഭാഷണത്തിൻ്റെ പ്രസക്തി ഇവിടെയില്ല. തീർത്ഥമായ ഈ വേദിയിലേക്ക്, സൗമ്യമായ ഈ സദസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ വിദ്യാലയത്തെക്കുറിച്ച്, ഈ വിദ്യാലയത്തിൻ്റെ സ്പന്ദനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ മധു മാസ്റ്ററെ വിനീതമായി സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ധന്യമായ ഒരു മുഹൂർത്തം ഇവിടെ സംഘടിപ്പിക്കുവാൻ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച അഭ്യുദയകാംക്ഷികൾക്ക് ഈ വിദ്യാലയത്തിന് വേണ്ടി ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പല ഔപചാരികതകളും ഒഴിവാക്കിയത് കൊണ്ട് തന്നെ അത്തരം മേഖലകളിലേക്കൊന്നും കടക്കുന്നില്ല. എൻ്റെ ദൗത്യം ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുൻ ആചാര്യന്മാരെ ഒന്ന് ഈ സദസ്സിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സംഘാടകരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രായാധിക്യത്തിൻ്റെ അവശതകൾ മറന്നുകൊണ്ട് പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ 5 പേർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതിലെല്ലാം കൊണ്ടും സീനിയറായിട്ടുള്ള ശ്രീ KV ബാലമാല, അദ്ദേഹത്തെ ഈ പ്രദേശത്ത് ഞാൻ പറയുക എന്ന് പറയുന്നത് ഒരു അനൗചിത്യമാണ് എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ഈ പ്രദേശത്തിൻ്റെ ഓരോ മൺതരിക്കും സുപരിചിതനായ ബാലമാസ്റ്റർ, ഓരോരുത്തരുടെയും വികാരമായി മാറിയ ബാലമാസ്റ്റർ, ആ ബാലമാസ്റ്ററോടൊപ്പം പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷകരമായ വസ്തുത. 1954 ഈ സ്കൂളിൽ അദ്ദേഹം അധ്യാപകനായി ചേർന്നു. 1985 പ്രധാനാധ്യാപകനായി, 86 അദ്ദേഹം ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ പ്രദേശത്തിൻ്റെ
ഒരു വികാരമാണ് ബാലമാസ്റ്റർ. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പിറകിലുള്ള ചുണ്ട എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് കാലത്ത് തൻ്റെ ഉച്ചയ്ക്ക് ഉള്ള പാഥേയവുമായി പുറപ്പെട്ട് ഇരണാവ് മടക്കര കടവ് വഴി നഗ്നപാതനായി നടന്ന് 9 മണിക്ക് മുമ്പേ വിദ്യാലയത്തിൽ എത്തിച്ചേരുകയും വൈകുന്നേരം വിട്ടാലും അരമണിക്കൂറിലധികം കുട്ടികളെ പഠിപ്പിക്കുകയും രാവിലെയും വൈകുന്നേരം പ്രത്യേക ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ധനിക ദരിദ്ര ഭേദമില്ലാതെ കർമ്മണ്യേ വാധികാരസ്ഥ എന്ന ഒരേ ഒരു ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ തൻ്റെ കർമ്മം, നിഷ്കാമകർമ്മം തുടർന്നു വന്ന് ഈ പ്രദേശത്തുകാരുടെ കണ്ണിലുണ്ണിയും വികാരവുമായ ബാലമാസ്റ്റർ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞാൻ അദ്ദേഹത്തെ ഈ വേദിക്ക് പരിചയപ്പെടുത്തുകയാണ്. ശ്രീ കെ ഭാസ്കരൻ മാസ്റ്റർ 1966 മദ്രസ റിഫ UP സ്കൂളിൽ അധ്യാപകനായി നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി കണ്ണൂർ തോട്ടക്കടുത്തുള്ള കുറുവ എന്ന സ്വദേശത്ത് നിന്ന് ഇവിടെ വരികയും വളരെ കാലം ഇവിടെ 27 വർഷത്തെ സുദീർഘമായ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം 93 അദ്ദേഹം ഇവിടുന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ശിഷ്യ സമ്പത്ത് ഈ 2 പേർക്കും ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ശ്രീ KK അംസമൗലവി അറബി അധ്യാപകനായി 1968 ഈ വിദ്യാലയത്തിൽ ജോയിൻ ചെയ്തത്. 1996 ഏപ്രിൽ 30 ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ചു. ഈ പ്രദേശത്തുകാർക്കെല്ലാം സുപരിചിതനാണ്. ധാരാളം ശിഷ്യന്മാരുണ്ട്. ആ അംസമൗലവിയെയും ഞാൻ ഔപചാരിക പേരിൽ മാത്രം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ IR അബ്ദുള്ള മാസ്റ്റർ 1973 വിദ്യാലയത്തിൽ അറബിക് അധ്യാപകനായി ജോയിൻ ചെയ്തു. 99 ഏപ്രിൽ 30 സർവീസിൽ നിന്ന് തിരിഞ്ഞു. ഒരുപാട് വർഷത്തെ സർവീസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹവും നമ്മുടെ എല്ലാം മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ അനീഫ് മാസ്റ്റർ ഇപ്പോഴും അധ്യാപകനായി ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത കാലത്തായി സർവീസ് നിന്ന് പിരിഞ്ഞിട്ടുള്ള ശ്രീമതി PV ചന്ദ്രമതി ടീച്ചർ 19 വർഷം സർവീസുണ്ട്. 2009 സർവീസിൽ നിന്ന് പിരിഞ്ഞത്. 1990 ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇവിടെ കല്യാശ്ശേരി പഞ്ചായത്തിലുള്ള 5-ാം പീടികയാണ് സ്വദേശം. ടീച്ചറും ധാരാളം പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പലരും ടീച്ചറെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ടീച്ചറെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി ഔപചാരികമായി പരിചയപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. നമുക്ക് വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് വളരെ വ്യക്തമായി എത്തിച്ചു തന്ന നമ്മുടെ മാസ്റ്റർ നന്ദിയുടെ ഹൃദയംഗമായ നന്ദി. അടുത്തതായി ഗുരുവന്ദനം സെക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഹലോ, അതിനു മുമ്പായി ചെറിയൊരു കാര്യം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ലോഡ് ഓഫ് ഫണ്ട്സ് ആൻഡ് ലോഡ് ഓഫ് സർപ്രൈസ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് തീർച്ചയായും ഞങ്ങൾ അവതാരകരും നിങ്ങൾ പ്രേക്ഷകരും മാത്രമല്ല നമ്മളെല്ലാവരും കൂടിയിട്ടൊരു മീറ്റിംഗ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആവോളം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനം ഈ സ്റ്റേജിന് പിറകിൽ ഞങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പരിപാടിയിടയിൽ ഞങ്ങളങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. എല്ലാം കുസൃതി ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതിനുമുമ്പേ മറ്റൊരു കാര്യം കൂടി, ഫുഡും കൂടി ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗുരുവന്ദനം സെക്ഷനിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവരെയും ബാലൻ മാസ്റ്റർ അവർക്കാണ് ഞങ്ങൾ ഇവിടെ പൊന്നാടാണിയിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാനേജറായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട C. ഉസ്മാനാജി അവർക്ക് ക്ഷണിച്ചു. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തും
ഭാവി ജീവിതത്തിൻ്റെ പച്ചപ്പിനെ കുറിച്ച് രണ്ടുമാണ്. ഞാൻ ഈ സ്കൂളിൽ 1954 ഒന്ന് ചേർന്നിട്ടുള്ളത്. ആ സമയത്ത് ഈ സ്കൂളിൻ്റെ സംഗതികൾ ശരിക്കും ഇപ്പോൾ പറയാൻ പാടില്ല, പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഒന്ന്, ക്ലാസ്സിൽ പട്ടികയിൽ 30-35 കുട്ടികളുണ്ടാവും. പക്ഷെ ക്ലാസ്സിൽ ഹാജർ 5-6 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് കുട്ടികളിൽ കുറഞ്ഞാൽ മാഷയ്ക്ക് ശമ്പളം കിട്ടില്ല. അതുകൊണ്ട് 14-15 കുട്ടികൾക്ക് ആദ്യം മാർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാഷക്കാണ്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഇന്ന് പഠിച്ചിട്ടുണ്ട്, കളവ് ചെയ്യാൻ പാടില്ല, എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത് മാഷോട് പറഞ്ഞു, ഈ പണി എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വന്ന കുട്ടികളുടെ ആദ്യം മാർക്ക് ചെയ്ത് കൊണ്ടുതരാം, ബാക്കി നിങ്ങൾ ചെയ്തോളണം എന്ന് പറഞ്ഞ് അയാൾ അന്ന് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യാമെന്നുള്ളതായിരുന്നു നോക്കി. അതിനുള്ള പരിഹാരം നമുക്ക് ചെയ്യാമെന്ന് തോന്നി. ഒന്ന്, ക്ലാസ്സിൽ സ്കൂളിൽ അന്നുള്ളതായ എല്ലാ അധ്യാപകരെയും 5 ആൾ 5 ദിവസത്തേക്ക് വീടാന്തരം കയറി കുട്ടി എന്തുകൊണ്ട് ക്ലാസ്സിൽ വരുന്നില്ല എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുട്ടികളെ അങ്ങനെ സ്കൂളും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം കുട്ടികൾ ധാരാളം വരാനും വിളിക്കാനും എല്ലാം തുടങ്ങി. സ്കൂളിനൊരു മാറ്റം വരുത്തിയത് അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളായിട്ടുള്ള എനിക്ക് അടുത്ത ബന്ധം അതാണ് കാര്യമായിട്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ സ്ഥിതി ടാഗോർ പറഞ്ഞ ഒരു സംഗതിയാണ് ഞാൻ ഓർമ്മ വരുന്നത്. മൈ ഫാദർ ഈസ് ഇൻ ഹിസ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് ഫാദർ ടാഗോർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് ചൈൽഡ്ഹുഡിലാണ്. ഒരു സംഗതികൾ ഓർമ്മയില്ലാതെ ഇങ്ങനെ ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല, ഇവിടെ നിർത്തുകയാണ്. നമസ്കാരം. ശ്രീ പായസാർ ഹൃദയത്തിൽ ചേർത്ത് വെച്ച 1000 പ്രണാമങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒട്ടും ചോർന്നു പോയിട്ടില്ലാത്ത ആ വാക്ചാതുര്യം നമ്മളെ വീണ്ടും പഴയ നമ്മളെ തള്ളിപ്പഠിപ്പിച്ച ആ പഴയ അധ്യാപകരുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. മൊമെന്റ് നൽകി പൊന്നണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സാധനം ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ഭാസ്കര മാഷ്. അദ്ദേഹത്തെ പൊന്നണിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഡോക്ടർ സൈനുൽ ആബിദീൻ അവർ. പ്ലീസ് വെൽക്കം ഭാസ്കർ സാർ. മഹാന്മാരെ, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. പക്ഷേ കുട്ടിക്കാലത്ത് കണ്ട ആ മുഖം ഇന്നെനിക്ക് മനസ്സിലാവുന്നു. പലരും എൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെട്ടു. അതിന് ആദ്യമായി ഞാൻ നന്ദി പറഞ്ഞു. ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി
ഞാനും ബാലൻ മാസ്റ്ററൊക്കെ രൂപം കൊടുത്ത ആനുവൽ ഡേ ഇവിടെ ഈ സ്കൂളിൽ നടത്തിയിരുന്നു. അന്ന് ലേഡി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. മുമ്പിൽ ലേഡി ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ 1962 ജൂൺ 26 ഞാനിവിടെ ഒരു പാർട്ട് ടൈം ഹിന്ദി അധ്യാപകനായി ജോയിൻ ചെയ്തു. ഹെഡ് മാസ്റ്റർ പറഞ്ഞു 66 മുതലാണ്. അത് ശരിയാണ്. പക്ഷേ ഞാനിവിടെ വരുമ്പോൾ, ഞാനിവിടെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ശരിക്കും ഞാനൊരു അധ്യാപകനായിരുന്നില്ല. അൺക്വാളിഫൈഡ്, അതായത് ഞാൻ 10ാം ക്ലാസ് പാസ്സായിരുന്നില്ല. അതുകൊണ്ട് അൺക്വാളിഫൈഡ് സർവീസായിരുന്നു. അത് കൗണ്ട് ചെയ്യാത്തത് കാരണമാണ് ഹെഡ് മാസ്റ്റർ 66 മുതലാണ് എൻ്റെ സർവീസ് പറഞ്ഞത്. 62 മുതൽ 93 ഞാൻ റിട്ടയർ ചെയ്തത്. സ്കൂളിൻ്റെ ജീവിതത്തിൽ പല കാരണങ്ങളും എന്നെ സന്തോഷിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്ത പല സംഭവങ്ങളും. കാരണം ക്വാളിഫൈഡ് അല്ലാത്തതിൻ്റെ പേരിൽ ഓരോ കൊല്ലവും പേപ്പറിൽ പരസ്യം ചെയ്ത് ക്വാളിഫൈഡ് ഹാൻഡ്സ് ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ എന്നെ വീണ്ടും നിയമിക്കുകയുള്ളൂ. അന്നത്തെ ഹെഡ് മാസ്റ്റർ ശ്രീ EK അബ്ദുറഹീം, അദ്ദേഹത്തെ പോലുള്ള മഹാന്മാരുള്ളത് കൊണ്ടായിരുന്നു ഞാൻ എൻ്റെ വിശ്രമ ജീവിതം, വിരാമ ജീവിതം വരെ ഞാൻ നീണ്ടു നിന്നത്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. മാനേജ്മെൻറ്റ് സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് ഹെഡ് മാസ്റ്റർ. അന്നത്തെ സ്കൂൾ മാനേജർ അബ്ദുറഹീം മാസ്റ്ററുടെ EK അബ്ദുറഹീം എന്ന് പറയുന്ന അന്തിമാഷ് എന്നാണ് എല്ലാവരും പറയുക. അന്തിമാസ്റ്ററുടെ ജ്യേഷ്ഠനായിരുന്നു EK മുഹമ്മദ്. അദ്ദേഹം വില്ലേജ് ഓഫീസർ കൂടിയായിരുന്നു. ഇപ്പോൾ 2 പദവി ജോലി ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനാലാണ് മാനേജർ പദവി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നൽകുകയും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഈ സ്കൂൾ കമ്മിറ്റി ഏറ്റെടുക്കുകയും ചെയ്തു. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും എൻ്റെ സുവർണകാലമായിരുന്നു ഈ വിദ്യാലയ ജീവിതം എന്ന് ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ ഒരുക്കിയതിന് ഹെഡ് മാസ്റ്ററോടും ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ ഭാരവാഹികളോടും പൂർവ്വ വിദ്യാർത്ഥികളോടും ഞാൻ എൻ്റെ അഗൈതവ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്തേ. നന്ദി ഭാസ്കർ സാർ, ഒരുപാട് നന്ദിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിലെ ഒരു വലിയ രഹസ്യം നമുക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ക്വാളിഫൈഡ് അല്ല. പക്ഷെ ഞാൻ തുറന്നു പറയേണ്ട സുഹൃത്തുക്കളെ, അദ്ദേഹം ക്വാളിഫൈഡ് ആയിരുന്നു. അതാണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും വലിയ ശിഷ്യ സമ്പത്തും ഇത്രയും വലിയ ആരാധകരും അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊടുത്തത്. ഓക്കെ, തുടരുകയാണ്. നിങ്ങൾ അടുത്തതായി പൊന്നാരണിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഹംസ മാഷിനെ സാദരം ക്ഷണിക്കുകയാണ്. ഹംസ മാസ്റ്റർ പൊന്നാടണിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ T ബഷീർ അവരെ ക്ഷണിച്ചു. Thank you.
വിദ്യാർത്ഥി സംഗമത്തിൽ ഒരു എളിയ അധ്യാപകനായ MRUP സ്കൂളിൽ 28 വർഷം സേവനം ചെയ്തതിൻ്റെ ആദരവ് എൻ്റെ ജന്മദിനമായ ഇന്നലെയിൽ നിന്ന് ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. 26 മെയ് ആയിരുന്നു എൻ്റെ ജന്മദിനം. 27 ആണ് ഇന്ന്. എനിക്ക് ധാരാളം പ്രസംഗിക്കാൻ അറിയാവുന്ന ആളാണെന്ന് ഒരുപക്ഷെ എൻ്റെ വിദ്യാർത്ഥി സമൂഹമോ ഗുരുനാഥന്മാരോ അറിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെ മലയാള ഭാഷ പഠിച്ചു. 8 കൊല്ലത്തെ വിദ്യാർത്ഥി ജീവിതം, അതിനുശേഷം 8 കൊല്ലത്തെ ഉപരിപഠനവും 16 കൊല്ലം വിദ്യാഭ്യാസം ചെയ്തു. അറബി ഭാഷാ പഠനമായിരുന്നു എൻ്റെ ഈ വിദ്യാലയത്തിലെ അധ്യാപക വൃത്തി. തികച്ചും ആത്മാർത്ഥമായി 28 കൊല്ലം ഞാൻ സേവനം ചെയ്തിരുന്നു. അറബി ഭാഷയോട് ഒരു അലർജി ഉള്ള കാലഘട്ടത്തിലാണ് ആ ഭാഷ ഞാൻ പഠിപ്പിക്കാൻ മുതിർന്നത്. പക്ഷേ ഇന്ന് അറബികളാണ് എന്നെ ആദരിക്കുന്നത്. എൻ്റെ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളുമായ പ്രവാസികളാണ് ഈ സംരംഭം ഒരുക്കിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ. ഈ കൂട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എൻ്റേതായിട്ടുണ്ട്. എന്നെ അപഹസിച്ച വിദ്യാർത്ഥികളുമുണ്ട്. 1ാം പാഠ പുസ്തകം അക്കല ലക്ക എന്നീ വാക്കുകൾ കൊണ്ടായിരുന്നു ആദ്യകാലത്ത് കേരള ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച പാഠപുസ്തകം. എന്നെ ഒരു അവസരത്തിൽ ഞാൻ പഠിപ്പിച്ച കുട്ടി അക്കല തിന്നു എന്ന് പറഞ്ഞ് വഴിയിൽ നിന്നും അപഹസിച്ചിരുന്നു. അക്കല തിന്നു ലക്ക ഗുസ്തി വിളിച്ചു ഇങ്ങനെ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ആദ്യകാലത്ത്. ഈ അക്കല തിന്നു എന്നുള്ളത് അറബികളുടെ പിണ്ടം താങ്ങികളായിട്ടാണ് ആ വിദ്യാർത്ഥികൾ പിന്നീട് വളർന്നു വന്നത്. അറബികളുടെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയിച്ചുകൊണ്ട് ഉപജീവനം കഴിച്ച് ഇവിടെ കോട്ടും സൂട്ടുമായി വിലസയാണ് ആ അപഹസിച്ച കുട്ടികൾ പിന്നീട് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വിമിഷ്ടവും ആ അപഹസിച്ച കുട്ടികളോട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അറബി ഭാഷയുടെ മൂല്യം മനസ്സിലാക്കുവാൻ അവർക്ക് പിൽക്കാലത്ത് സാധിച്ചല്ലോ. അവർക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ലെങ്കിലും അവരും ഈ അറബികളുടെ ഡോളർ കൊണ്ട് ജീവിക്കേണ്ട അഥവാ പെട്രോൾ ഡോളർ കൊണ്ട് ജീവിക്കേണ്ടുന്ന ഗതികേടിൽ എത്തിയില്ലേ. ഗതികേടോ ഗതിയോ ഇരിക്കട്ടെ. ഈ പരാമർശം ഇവിടെ എന്തിന് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ആരെയും തന്നെ അപഹസിക്കാൻ പാടുള്ളതല്ല. ഞാൻ ക്വാളിഫിക്കേഷനോട് ഉള്ള ഒരു അറബി അധ്യാപകനായിട്ടാണ് ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. എൻ്റെ സഹപ്രവർത്തകരായ ആളുകളെ എന്നെ പിരിയുമ്പോൾ ആദരിച്ചിരുന്നു. അവർ എനിക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകിയിരുന്നു. ഞാൻ അവരെയും ആദരിച്ചിരുന്നു. പിരിയുമ്പോൾ അവർക്ക് ഞാൻ നല്ല ചിക്കൻ ബിരിയാണി സമ്മാനിച്ചിരുന്നു. 1996 ആ ചിക്കൻ ബിരിയാണി എൻ്റെ സഹപ്രവർത്തകർക്ക് നൽകിയത്. സഹോദരന്മാരെ, വിദ്യാർത്ഥി സമൂഹമേ, പ്രവാസി സമൂഹമേ, ജീവിതം എന്നത് എപ്പോഴും പച്ചപിടിച്ചിരിക്കുമെന്ന് വിചാരിക്കരുത്. അതാണ് എൻ്റെ സന്ദേശം. നമുക്ക് കാലങ്ങൾ മാറി മാറി വരും. 2 കൊല്ലമായി ഞാൻ അധിക പ്രസംഗം ചെയ്യാൻ കഴിയാതെ വിരമിച്ചു നിന്നവനാണ്. ഒരു ചെറിയ പക്ഷപാതത്തിൻ്റെ ആഘാതം എന്നെ കുറച്ച് തളർത്തി. പക്ഷേ എന്നിട്ടും എഴുന്നേറ്റ് എന്ന് സദസ്സിൽ കിട്ടുമ്പോൾ ഗീർവാണം ചെയ്യാൻ മുതിരുമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ എനിക്ക് കവിത്വമുണ്ടായിരുന്നു. ഞാനൊരു ചെറു കവിയായിരുന്നു. കലകളോട് സാന്നിധ്യമുണ്ടായിരുന്നു. പിൽക്കാലത്ത് 15 കൊല്ലമായി ആകാശവാണിയിലെ ഒരു പ്രഭാഷകനായി എനിക്ക് ശമ്പളം പറ്റിയിരുന്നു. വിദ്യാർത്ഥി സമൂഹമേ, അതൊന്നും ഇവിടെ വിവരിക്കേണ്ടുന്നതില്ല. എന്നാൽ ജീവിതത്തെക്കുറിച്ച് വിവരിക്കാനുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന KV ബാലമാരാർ മാഷ്, അദ്ദേഹം ഇത്തരത്തിൽ ഓർമ്മത നഷ്ടപ്പെട്ട ഒരാളാകുമായിരുന്നു. ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചെറുകുന്ന്
സ്റ്റോപ്പിൽ എത്തിയാൽ ബാലമാരാറെ ഇങ്ങനെ കണ്ണിട്ട് നോക്കുമായിരുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് അധ്യാപക ജീവിതത്തിൽ ഉണ്ടായിരുന്ന കടപ്പാടെന്ന നിലയിൽ പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ തളർത്തിയിരിക്കുകയാണ്. തലച്ചോറിന് പറ്റിയ ഒരു ആഘാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ചെയ്തതിനാൽ ഞരമ്പിന് അല്പം തകരാർ പറ്റിയിരിക്കുകയാണ്. കാലം നമ്മെ പലതും ചെയ്യിക്കും. കാലമേ, നീ വരച്ച രേഖകൾ മായ്ക്കുവാൻ എളുപ്പമല്ല. എൻ്റെ തന്നെ 2 വരികളാണ്. അപ്പോൾ കാലം വരക്കുന്ന രേഖകൾ നമുക്ക് മായ്ക്കാൻ കഴിയില്ല. കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം കാലമല്ല, കാലത്തിൻ്റെ അധിപനായ തമ്പുരാനാണ്. തമ്പുരാൻ നമുക്ക് ബാല്യം, യൗവനം, അതുപോലെ തന്നെ വാർദ്ധക്യം ഇങ്ങനെയുള്ള ദശകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ബാല്യകാലത്തുള്ള ജീവിത രീതി വാർദ്ധക്യകാലത്ത് സാധ്യമല്ല. വല്ലാതെ ഓടാനൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ലല്ലോ വൃദ്ധന്മാർക്ക്. അതുപോലെ തന്നെ അവരുടെ മെമ്മറിയും ക്രമേണ നശിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ 70 കഴിഞ്ഞിട്ടുള്ള 70 കഴിഞ്ഞിട്ടുള്ള ആളുകളായതിനാൽ മെമ്മറി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പലതും ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. എൻ്റെ അധ്യാപക ജീവിതത്തിലും വിദ്യാർത്ഥി ജീവിതത്തിലും ഒട്ടേറെ അനുഭവങ്ങൾ പറയാനുണ്ട്. വിദ്യാർത്ഥി ജീവിതത്തിലാണ് എനിക്ക് കൂടുതലായി അനുഭവങ്ങളുള്ളത്. ഞാൻ കൃഷ്ണഗാഥ പഠിക്കാതെ മനഃപ്പാഠമാക്കാതിനാൽ ഈ ബാലൻ മാഷയുടെ നാട്ടുകാരനായ പത്മനാഭ വാര്യർ മാഷ് എന്നെ പുറത്ത് വല്ലാതെ അടിച്ചിരുന്നു. പക്ഷേ അക്കാലത്ത് 8ാം ക്ലാസ് പരീക്ഷയിൽ ഞാൻ മലയാളത്തിന് മാർക്ക് വാങ്ങി വിജയിച്ചു. 8ാം ക്ലാസ് പരീക്ഷ ഒരു പബ്ലിക് പരീക്ഷയായിരുന്നു ആ കാലഘട്ടത്തിൽ. 1953 ഇതേ വിദ്യാലയത്തിൽ നിന്ന് പരീക്ഷ പാസ്സായ 4 ആളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. 10ഓ 12ഓ വിദ്യാർത്ഥികൾ മാത്രം പഠിച്ചിരുന്ന ഒരു വിദ്യാലയമാണിത്. 12 വിദ്യാർത്ഥികളാവും 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ. അന്ന് 7ൻ്റെ കൂടെ 8ഉം ഹയർ എലിമെൻ്ററി സ്കൂളിൽ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൻ്റെ മദ്രാസ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള പരീക്ഷയാണ് നടത്തിയിരുന്നത്. ആ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെ 28 കൊല്ലം ഞാൻ ഇതേ വിദ്യാലയത്തിൽ അധ്യാപകനായി. വേറെ എനിക്ക് ജനറൽ ക്വാളിഫിക്കേഷൻ ഇല്ല. അറബിക്കിലും അതുപോലെ തന്നെ ഉറുദുവിലും മറ്റുമുള്ള മറ്റ് ക്വാളിഫിക്കേഷനുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഉന്നത പഠനവും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നിവിടെ ഈ പ്രവാസികൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഭാവിയെക്കുറിച്ച് ചിലത് എനിക്ക് പരാമർശിക്കാനുണ്ട്. ജീവിതം എപ്പോഴും പച്ച പിടിച്ചതാണ് എന്ന് കരുതാൻ പാടില്ല എന്നുള്ള ഒരു വാക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വിദ്യാലയത്തെക്കുറിച്ച് ഇവിടെ കൂടിയ പൂർവ്വ വിദ്യാർത്ഥികളായി ചെറുതും വലുതുമായ സർവ്വ വിദ്യാർത്ഥികൾക്കും അഭിമാനം ഉണ്ടാവേണ്ടതുണ്ട്. നാടും നഗരങ്ങളും എല്ലാം തന്നെ ഉണർന്നു കഴിഞ്ഞു. ഗ്രാമാന്തരങ്ങളിൽ വൻപിച്ച കെട്ടിടങ്ങളും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൻ്റെ അഭിമാനമായ, ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായ MRUPയുടെ പുരോഗതിക്ക് വേണ്ടി, പുരോഗതി എന്ന് പറഞ്ഞാൽ ഭൗതികമായ പുരോഗതിയും വേണം. ഈ കാലഘട്ടത്തിൽ ഭൗതിക പുരോഗതിയെപ്പറ്റി ആരാണ് ചിന്തിക്കാത്തത്? ഒരു വെൺമാടം പണിയാൻ ആഗ്രഹിക്കാത്ത വല്ലവരുമുണ്ടോ? ഓടിട്ട വരയിൽ ജീവിക്കുന്നവൻ ഞാൻ മാത്രമായിരിക്കും ഇപ്പോൾ. പക്ഷേ വെൺമാടം പണിയണമെന്നും അതുപോലെ തന്നെ ടൈൽസ് പതിച്ച് വീടായിരിക്കണമെന്നും വിചാരിക്കുന്നവരില്ലേ? പഴയ മാനേജർ പണിത കെട്ടിടത്തിലാണ് ഇപ്പോഴും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ. ആ നില മാറണം. പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപവൽക്കരിച്ചാൽ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഈ വിദ്യാലയത്തിന് ഭൗതിക വിഭവങ്ങൾ സജ്ജമാക്കുവാനുള്ള ശ്രമമായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭൗതിക വിഭവങ്ങൾ ഉണ്ടായാൽ എല്ലാ തരത്തിലും ഇന്ന് ഇലക്ട്രോണിക്സിൻ്റെ യുഗമായതിനാൽ ഇവിടെ കൂടിയ സംഭവങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക്സിലാണല്ലോ പകർത്തപ്പെടുന്നത്. എന്നാൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൂടെ പകർത്തപ്പെടുന്ന ഈ ഒരു നിലവാരത്തിലേക്ക് കേവലം ചിമ്മിണി വിളക്കിൽ മാത്രം കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരു വിദ്യാലയം ഉയർന്നു കഴിഞ്ഞില്ലേ? നാം ഓർക്കുക, ഇതുപോലെയുള്ള ഒട്ടേറെ ഭൗതിക സൗകര്യങ്ങൾ ഈ വിദ്യാലയത്തിന് ആവശ്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, നാട്ടിലെ സന്താനങ്ങളെ മുഴുവനും ഇതേ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്.
ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ എന്നതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമാണ് സർക്കാർ ലെവലിലുള്ള ഇത്തരം വിദ്യാലയങ്ങൾ. സർക്കാരിൻ്റെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും അവരുടെ ശമ്പളവും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടവും എല്ലാം ഈ വിദ്യാലയത്തിന് ലഭിക്കും പോലെ സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾക്ക് ലഭിക്കുകയില്ല. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് വിദ്യാലയത്തിൽ സാധ്യമല്ല, സർക്കാർ വിദ്യാലയത്തിലായിരിക്കണം. നമ്മൾ സർക്കാരിൻ്റെ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നവരാവണം. അത് വേണ്ട എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാട്ടൂൽ പോലെ ഉദാഹരണം. ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാട്ടൂലിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇന്ന് പ്രൈവറ്റ് ആസ്പത്രികളിലാണ് ഡെലിവറിക്ക് പോകുന്നത്. അവിടെയുള്ള ഈ ലേബർ റൂം പൂട്ടിക്കിടക്കുകയാണ്. അതിലെ ഉപകരണങ്ങൾ ഇപ്പോൾ തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? അവ ഉപയോഗപ്പെടുത്താൻ ഈ നാട്ടുകാർ ശ്രമിക്കാത്തതിനാൽ. അതേപോലെ ഒരു എയ്ഡഡ് സ്കൂൾ എന്ന നിലയ്ക്ക്, സർക്കാരിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്ന ഒരു സ്കൂൾ എന്ന നിലയ്ക്ക് നമ്മുടെ 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് തികയുന്ന ഓരോ കുട്ടിയെയും, ഈ പ്രദേശത്തുള്ള ഓരോ കുട്ടിയെയും ഇതേ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ വളരെയധികം ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഏതാനും അധ്യാപകരെ പോറ്റാൻ വേണ്ടിയല്ല, നമ്മുടെ തന്നെ ടീച്ചറിന് വേണ്ടി, നമ്മുടെ തന്നെ ഭാവിക്ക് വേണ്ടി, അതുകൊണ്ടുള്ള നേട്ടം നാം മനസ്സിലാക്കിയത് അതാണ്. സർക്കാരുകൾ എത്ര തന്നെ മാറി മാറി വന്നാലും ആ സർക്കാരുകൾ വിദ്യാഭ്യാസത്തെ കൈവിടുമെന്ന് നമ്മൾ ആരും ധരിക്കേണ്ടതില്ല. നമുക്ക് ബെറ്റർ വിദ്യാഭ്യാസം നൽകുവാൻ സാധിക്കുമെന്നും ധരിക്കേണ്ടതില്ല. ഞാൻ എൻ്റെ വാക്കുകളിൽ വിരാമിക്കുകയാണ്. അത്യപ്രസംഗം ചെയ്യാൻ കഴിയാത്തതോടുകൂടി അത്യപ്രസംഗം ഉറങ്ങിപ്പോയോ എന്ന് സംശയിപ്പിക്കുകയാണ്. എനിക്ക് പുറത്തു തരുക. ഞാനൊരു വിനീതനായ കലാ ഉപാസകനാണ്. കലകൾ വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഈ നാട്ടിലും കലകൾ വളരട്ടെ, നാനാമുഖമായ കലകൾ വളരട്ടെ. സർഗവാസനകൾ വളരെ പരിമിതമായ ഒരു പ്രദേശമാണിത്. എന്നാൽ ഇന്ന് പാടാനും മാടാനും അതുപോലെ വരയ്ക്കാനും ഒക്കെ കഴിവുള്ള നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ തലമുറ ഒരു അഭിമാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷൻ തികച്ചും കലയുടെയും മറ്റെല്ലാത്തിൻ്റെയും സാന്നിധ്യത്തോടു കൂടി നടത്തപ്പെടുന്ന ഒരു ഫംഗ്ഷൻ ആയതിനാൽ എനിക്ക് അങ്ങേയറ്റം ആഹ്ലാദമുണ്ട്. ഈ ഒരു ആദരവിനെ, ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് നന്ദി പറയുന്നു. എല്ലാവരുടെ ശുഭാശംസകളും നേർന്നുകൊണ്ട് മതിയാകും. താങ്ക് യു മാസ്റ്റർ. ആരാണ് പറഞ്ഞത് നമ്മുടെ ഹംസ സാർ റിട്ടയർഡായി എന്ന്? റിട്ടയർഡല്ല, അദ്ദേഹം ഇപ്പോഴും ഊർജ്ജസ്വലനായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ സമയം ഇവിടെ എത്തി ഒരു ക്ലാസ് അങ്ങനെ നടത്താൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, സമയപരിധി അത് അനുവദിക്കുന്നില്ല. അടുത്തതായി ഞങ്ങൾ ക്ഷണിക്കാനിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ അബ്ദുള്ള മാസ്റ്റർ. അബ്ദുള്ള മാസ്റ്റർ പൊന്നാട അണിയുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള അലിസേരി സഭക്കാർ ക്ഷണിച്ചു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ ആദരവ് ഞാൻ വളരെ സ്നേഹത്തോടുകൂടിയാണ് ചെയ്യിക്കുന്നത്. ഞാനിവിടെ, അതായത് ഈ വിദ്യാലയത്തിൽ 27 വർഷം ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് അന്തിമാഷായിരുന്നു ഹെഡ് മാസ്റ്റർ. അന്തിമാസ്റ്റർ ഇവിടെ പൂർണ്ണ സഹായ സഹകരണം എനിക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം ബാലമാരാറ്, മുനിവാഷ്, ജോയ് സാറ്,
ഇങ്ങനെ കുറേ ആൾ ജോലി ചെയ്തിരുന്നു ഹെഡ് മാഷായതുകൊണ്ട് തന്നെ. ഈ ഹെഡ് മാഷന്മാരുടെ എല്ലാവരുടെ സഹായ സഹകരണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് അഞ്ചു മാസ്റ്റർ തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് മൊയ്തീൻകുട്ടി മാസ്റ്റർ, നാരായണ മാസ്റ്റർ എന്നിവരായിരുന്നു. ബാക്കി എല്ലാവരുടെയും സഹായ സഹകരണം എനിക്ക് അന്നും ഇന്നും കിട്ടിയിരുന്നു. ഞാനിപ്പോൾ ചില അസുഖങ്ങൾ കൊണ്ടിങ്ങനെ കഴിഞ്ഞുകൂടിയായിരുന്നു. എന്നോട് ചിലർ ചോദിക്കാൻ സുഖം തന്നെയാണ്. ഞാൻ എല്ലാവരോടും പറയുന്നത് എനിക്ക് സുഖം തന്നെ, എല്ലാം കൊണ്ടും സുഖം തന്നെ. എനിക്ക് അലലില്ല, അരട്ടില്ല, ശത്രുക്കളില്ല, വിദ്വേഷമുള്ളവരില്ല, ആരുമില്ല. എല്ലാവരും സഹകരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുതന്നെ എനിക്ക് വലിയ സുഖമാണ്. ആരുടെയും മക്കളുടെയും സഹായ സഹകരണം എനിക്ക് വളരെ ഗുണപ്രദമായിട്ടുണ്ട്. ഞാൻ അവശനായപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും എല്ലാം മംഗലാപുരം ആശുപത്രിയിൽ വന്ന് കുറേ ദിവസങ്ങളോളം എന്നെ പരിചരിച്ചിരുന്നു. അപ്പോൾ ഇനി മാത്രമല്ല എനിക്ക് അവരുടെ സ്നേഹ സഹകരണങ്ങൾ ആ മക്കളുടെ ഭാര്യമാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എൻ്റെ ലൈഫ്, അതായത് എൻ്റെ ജീവിതം വളരെ സുഖപ്രദമാണ്. എനിക്ക് അസുഖമില്ല എന്ന് പറയാം. അസുഖം എന്ന് പറയുന്നത് ചില വേദനകൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് സുഖം തന്നെ, എനിക്ക് സുഖം തന്നെ. എൻ്റെ അത്ര സുഖം ആർക്കുമില്ല. എല്ലാവരുടെയും സഹകരണം എനിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലലില്ലാത്ത സമാധാനപരമായ ജീവിതം പോലെ എനിക്ക് സുഖം, ഇത്രയധികം സുഖമുള്ള ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ തരത്തിലുമുള്ള സഹായവും സഹകരണം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് വേവലാതിയില്ല, കടമില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് സുഖം തന്നെ. ഈ സുഖം ആർക്കും ഉണ്ടാവില്ല. ചില്ലറ വേദനകൾ മാത്രം ഉണ്ടായിരുന്നു. വേദന മാത്രമല്ല സുഖങ്ങൾ. സുഖം ജീവിത സുഖമാണ്. ശാന്തമായ അന്തരീക്ഷം, അല്ലലില്ലാതെ ജീവിതം, ഇതാണ് സുഖം. ആ സുഖം എനിക്കുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ചില വേദനകൾ സഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. ഇതുകൊണ്ട് എത്രയോ മെച്ചമുണ്ടായിട്ടുണ്ട്. ഈശ്വര ചിന്തയിതം ശാശ്വതമാമുകയും, ഇതാണ് എനിക്ക് നേട്ടം. ഈ എത്ര വലിയ അസുഖമുണ്ടായാലും ദൈവവിചാരം കൂടുതലുണ്ടായിരുന്ന സമയം ഇതാണ്. നേരത്തെ ദൈവവിചാരം ഉണ്ടെങ്കിലും അത് ശരിയായ ഉറപ്പിക്കൽ ആ രോഗം വന്നതിന് ശേഷമാണ്. കാരണം നമ്മൾ എത്ര ഉറുതി കേട്ടാലും വയല് കേട്ടാലും പ്രസംഗം കേട്ടാലും അത് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതാനുഭവം എന്നെന്നും ഉണ്ടാകും. അപ്പോൾ ഈ സമാധാനമായി ഇനി മുന്നോട്ട് പോകാൻ എൻ്റെ പഠിച്ചാൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അവസ്ഥകൾ മറന്നുകൊണ്ട് വളരെ സുസ്മേരബദ്ധനായി നമ്മുടെ കൂടെ ഇത്രയും നേരം അദ്ദേഹമായിരിക്കുന്നത് MRUP-യിലെ പൂർവ്വകാല വിദ്യാർത്ഥികൾ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനയും അദ്ദേഹത്തിന് നേരുകയാണ്. അടുത്തതായി നമ്മൾ ആദരിക്കേണ്ടിയിരുന്നത് നമ്മുടെ എല്ലാമായ നാരായണ മാഷ് അവരുടെയാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ മാഷിലൂടെ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ സാരമില്ല, അദ്ദേഹത്തിന് നിങ്ങൾക്കിപ്പോൾ MRUP ടീം അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹത്തിന് മൊമെന്റോ നൽകി, അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ചു. അതിൻ്റെ തത്സമയ വീഡിയോ അദ്ദേഹത്തിന് സന്ദേശം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഈ വെല്ലുവിളി കാണാവുന്നതാണ്.
വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, നിങ്ങളെ അഭിസംബോധന ചെയ്യാനും പരിചയപ്പെടാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസമാണ് ഇന്ന് ഏറ്റവും വലിയ ധനം. അതാരും മോഷ്ടിക്കുകയില്ല. നമുക്ക് എവിടെയും പ്രയോജനപ്പെടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നല്ലവരായ നിങ്ങൾ വിദ്യ നേടുക, പ്രബുദ്ധരാകുക, നല്ല പൗരന്മാരായി ജീവിക്കാൻ പഠിക്കുക. സന്തോഷകരമായ കാര്യം, ഞാൻ കൂടി പഠിപ്പിച്ച എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. മുമ്പേ ഉണ്ട് സ്കാംസ് പോലത്തെ പരിപാടികൾ സംഘടിപ്പിച്ച അതേ വിദ്യാർത്ഥികൾ തന്നെ അതോടുകൂടി മറ്റു വിദ്യാർത്ഥികളും കൂടി ചേർന്നുകൊണ്ട് പുതിയൊരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ഏറ്റവും നല്ല ഉയർച്ചയും വളർച്ചയുമാണ്. അതിനുവേണ്ടി അവർ പല ആസൂത്രണ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് എൻ്റെ എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുന്നു. അടുത്തതായി ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് മറ്റൊരു ഞങ്ങളുടെ ആരാധ്യയായ അധ്യാപിക ശ്രീമതി ചന്ദ്രമതി ടീച്ചർ. ഒരു മാതൃവാത്സല്യത്തോടു കൂടി ഞങ്ങളെ ഇവിടെ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ ഞങ്ങളെ ഇവിടെ കാലോലിച്ച് പഠിപ്പിച്ച ആ ടീച്ചറെ സാദരം ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീ കെ വാജിദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വന്ദനം. ഞങ്ങളുടെ സ്കൂളിൽ 19 വർഷത്തെ കാലവർഷം മാത്രമേ ഉള്ളൂ. എങ്കിലും 10 വർഷം അതിനു മുന്നേ പേരള കോളേജിലായിരുന്നു വർക്ക് ചെയ്തത്. പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് എവിടെ കണ്ടാലും എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല, ചിലപ്പോൾ മുഖപരിചയം പോലും ഉണ്ടാവില്ല. ഇങ്ങോട്ട് വന്നിട്ട് ടീച്ചറേന്ന് വിളിക്കുന്നു. അപ്പോഴാണ് ഇത് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് അറിയുന്നത്. പക്ഷേ ഈ 19 കൊല്ലം MRLP സ്കൂളിൽ വെച്ചുണ്ടായ ആ കുട്ടികളെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. കുട്ടികൾക്ക് എല്ലാ കുട്ടികളും ഒരേ സ്റ്റാൻഡേർഡിലായിരിക്കില്ല. പക്ഷെ ഞാനത് സഫ്വാനെ പോലെയുള്ള കുട്ടി എൻ്റെ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് അവൻ്റെ മുഖം ഓർമ്മയുണ്ട്, പക്ഷെ പേരറിയില്ല. അപ്പോൾ സഫ്വാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ഓർമ്മയുള്ള ഒരു കുട്ടിയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. അങ്ങനെ പല കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട്. ചിലപ്പോഴേ ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് ഒരുപാട് പഠിക്കാത്തതുകൊണ്ട് അടിച്ചിട്ടുണ്ടാവും.
ചില കുട്ടികൾക്ക് പൂർവ്വ വൈരാഗ്യം ഉണ്ടാവും. അതൊക്കെ ഒന്നും കാര്യമാക്കാറില്ല. പക്ഷെ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് 2 വാക്ക് പറഞ്ഞെങ്കിലും അന്ന് എനിക്ക് ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഈ പൂർവ്വ വിദ്യാർത്ഥികളോട് ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടയാണ്. നമസ്കാരം. വളരെ സന്തോഷവതിയായി ഞങ്ങളുടെ കൂടെ ഇത്രയും ആയിരിക്കാൻ കാണിച്ച സന്മനസ്സിനെ MRUP പൂർവ്വ വിദ്യാർത്ഥികളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിന്റെ ഗുരുവന്ദനത്തിന്റെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കലാവിരുന്നും ഒത്തിരി സമ്മാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്തതായി നമുക്ക് കുറച്ചുകൂടി കലാവിരുന്നിലേക്ക് കിടക്കാമെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവരും കുറച്ച് ബോറടിച്ച മാതിരിയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അറിയില്ല, ഇവിടെ മൊത്തം ലൈറ്റ് എൻ്റെ മുഖത്തേക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു മത്സരമാണ് നിങ്ങൾക്ക് അടുത്തുവേണ്ടി ഞങ്ങൾ നൽകാൻ പോകുന്നത്. വളരെ എന്താ പറയുക, ഈ സ്കൂളുമായിട്ട് ആത്മബന്ധമുള്ള ഒരു മത്സരമാണ് ഞങ്ങൾ അടുത്തതായി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി അവർക്ക് കൂടി ഒരു സമ്മാനം ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഹലോ MRUP, ഹലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഈ സ്കൂളിൽ പഠിച്ച് ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ തന്നെ അല്ലെങ്കിൽ രണ്ടാമത് വിദ്യാർത്ഥികളും ഈ സ്കൂളിൽ തന്നെ അങ്ങനെയുള്ള കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാർ രണ്ടാളും MRUP സ്കൂളിൽ പഠിച്ച കപ്പിൾസ്, ആദ്യം വരുന്ന കപ്പിൾസ് ഇവിടെയുള്ള അങ്ങനെ കപ്പിൾസ് ഇവിടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം വരുന്ന കപ്പിൾസ് ഭാര്യയും കൂടെ ഉണ്ടായിരിക്കണം. അവർക്കാണ് സമ്മാനം. ഇങ്ങോട്ട് കാണുന്നില്ല, സമ്മാനം സ്വീകരിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം അറിയാവുന്നവർ അവിടെ നിന്ന് കൈവക്കിയാൽ മതി. ഞങ്ങളുടെ മൈക്ക് അങ്ങോട്ട് വരും, ഉത്തരം അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ ആൻസർ തരാൻ നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ. പൈതഗോറസ് സിദ്ധാന്തം അറിയുന്നവർക്ക് കൈവക്കാം. അവിടെ കൈവക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര ജീനിയസ് ആണെന്ന് തോന്നുന്നു. പൈതഗോറസ് സിദ്ധാന്തം ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഇർഫാൻ. ഞാൻ 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചു. പക്ഷേ 7ാം ക്ലാസ് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പല തടസ്സങ്ങളും കാരണം എന്നെ മറ്റൊരു ബോർഡിങ്ങിലേക്ക് മാറ്റി ചേർക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുമുതൽ ഞാൻ 10ാം ക്ലാസ് വരെ അവിടെ തന്നെ പഠനം നടത്തി തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഇർഫാൻ. അടുത്തതായി നമ്മൾ ഒരു കലാകാരനെ, നിങ്ങളുടെ മാട്ടൂരിലെ തന്നെ ഒരു കലാകാരനെ വേദിയിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിനടുത്ത് കൂടി പാട്ടുപാടി നടന്നു പോയ ഒരു ചെറുപ്പക്കാരൻ, മറ്റാരുമല്ല നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ്. പട്ടുറുമാൽ എന്ന കൈരളി ടിവിയിലെ ഷോയിലൂടെ നിങ്ങൾക്ക് സുപരിചിതനായ ഹുനൈസ്. സാദരം ക്ഷണിക്കുന്നു. ഹുനൈസ്, താങ്കളുടെ ഒരു കലാവിരുന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
കലാലയ ജീവിതത്തിന്റെ ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു സുന്ദര ഗാനം ഇവിടെ അവതരിപ്പിച്ച സുരേഷിന് നന്ദി. അടുത്ത സമ്മാനം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. സ്ത്രീകൾക്കുള്ളതാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഈ സമ്മാനം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഭർത്താവിന്റെ ഫോട്ടോ ഭർത്താവിന്റെ ഫോട്ടോ ഉള്ളവർക്ക് അവർക്കാണ് സമ്മാനം. ഭർത്താവിന്റെ ഫോട്ടോ
അപ്പോൾ ക്വസ്റ്റ്യൻ വീണ്ടും തുടരുകയാണ്. നേരത്തെ പറഞ്ഞ ഫോട്ടോ ആരുടെ കയ്യിലും ഇല്ലാതെ ഒരു കാര്യം ചെയ്യാം സഫാൻ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിച്ചാലോ? നമുക്കൊന്ന് മാറി പിടിച്ചാലോ? ആരുടെങ്കിലും ഭർത്താവിൻ്റെ കയ്യിൽ, ഏതെങ്കിലും ഭർത്താവിൻ്റെ കയ്യിൽ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഉണ്ടോ? പേഴ്സിൽ ഉണ്ടെങ്കിൽ ധൈര്യസമേതം കടന്നുവരോ. ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. എന്താണ് പേരെന്താണ്? ഇതാ ഭാര്യയുടെ നമുക്കേർക്കും അഭിമാനിക്കാവുന്ന സ്വന്തം ഭാര്യയെ എപ്പോഴും പേഴ്സിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന നമ്മുടെ അബ്ദുള്ളക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം എത്തിയവർക്കാണ് സമ്മാനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു സുഹൃത്തു കൂടി നമ്മളോട് ഫോട്ടോ കാണിച്ചിരുന്നു. എങ്കിലും ഇദ്ദേഹമാണ് അത് വേണ്ട ഫസ്റ്റ് അബ്ദുള്ളക്കാണ് വളരെ ഉഷാറോടുകൂടി ഇവിടെ ഓടിയെത്തിയത്. അപ്പോൾ അദ്ദേഹം സമ്മാനത്തിന് അർഹനാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി നൗഷാദ് അബ്ദുൽ റസീം. ഭാര്യയുടെ ഫോട്ടോ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ഭാര്യയുടെ നിരവധി ഫോട്ടോ അദ്ദേഹത്തിന്റെ പേഴ്സിലുണ്ട്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുള്ളയെ മുസ്തഫയെ ക്ഷണിച്ചോളും. ഈ MRFയിലെ പൂർവ്വകാല വിദ്യാർത്ഥികളിലെ വളരെ മിടുക്കരായ 2 വിദ്യാർത്ഥികളെ ഒരു ഗാനം, യുഗ്മഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സംഘഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുള്ളയെ മുസ്തഫയും സാധനം ക്ഷണിക്കുകയാണ്. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനന്നും കരഞ്ഞിരുന്നു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്?
കട്ടെടുത്തതാരാണ്? കിളിച്ചുണ്ടൻ മാവിൽ കല്ലെറിഞ്ഞന്നു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചിരുന്നു. നീയതു കാണാതെ കാറ്റിൻ്റെ മറവിലൂടക്കരയ്ക്കെങ്ങും തുഴഞ്ഞുപോയി. കടവത്തു ഞാൻ മാത്രമായി കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? മത്സരമുണ്ട്. അപ്പോൾ മാരത്തോൺ മത്സരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ക്രോസ് കൺട്രി. അപ്പോൾ ദീർഘദൂര ഓട്ടം നിങ്ങൾക്ക് ലൈവായി കാണാനുള്ള സൗകര്യം ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി ക്രോസ് കൺട്രി മത്സരം, നമ്മുടെ കൂട്ടുകാരുടെ ദീർഘദൂര ഓട്ട മത്സരം കാണുവാൻ ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരും തന്നെ ഭക്ഷണം കഴിച്ചുടനെ വീട്ടിലേക്ക് പോകരുത്. സഫ്വാന് തമാശ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല. അപ്പോൾ ഏത് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ സഫ്വാൻ ചോദിക്കാൻ പോകുന്നത്? നമുക്കൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് ആദ്യമായിട്ട് അലിസേർക്ക പ്ലീസ് കം. ഹായ് അലിസേർക്ക. അലിസേർക്ക 4ാം ക്ലാസ്സിൽ ഏത് ഡിവിഷനിലാണ് പഠിച്ചത്? അലിസേർക്ക 4ാം ക്ലാസ്സിൽ A ഡിവിഷനിലാണ് പഠിച്ചത്. 4ാം ക്ലാസ് A അലിസേർക്കയുടെ കൂടെ പഠിച്ച ഏതെങ്കിലും വനിതകളുണ്ടെങ്കിൽ ആദ്യം കൈവക്കുന്നവർക്ക് സമ്മാനം. ഹായ് മുസ്തഫ. മുസ്തഫ 7ാം ക്ലാസ്സിൽ ഏത് ഡിവിഷനാണ്? 7 സിയിൽ മുസ്തഫയുടെ കൂടെ പഠിച്ച ഏതെങ്കിലും വനിതയുണ്ടെങ്കിൽ ആദ്യം കൈവക്കുക. ഓക്കെ, അവിടെ കൈവക്കിയിട്ടുണ്ട്. മുസ്തഫയുടെ കൂടെ പഠിച്ചത്. ഓക്കെ, മുസ്തഫ അസീന നല്ലോണം പഠിക്കോ? മുസ്തഫ പഠിക്കൂല, പക്ഷെ അസീന നല്ലോണം പഠിക്കും. അസീനക്ക് സമ്മാനമുണ്ട്. സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ നവാസ് താങ്ക് യു നവാസ്. ഒരാൾ കൂടി വേണം. നമ്മുടെ 3 സുഹൃത്തുക്കൾ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായി നമുക്ക് വെറുതെ പരിചയപ്പെടാം. ഷുഹൈബ് മാട്ടൂർ, അഫ്സൽ. ഓക്കെ, ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ബൗളിൽ 3 അക്ഷരങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് ഇതെടുത്ത് കൊടുക്കും. അപ്പോൾ അക്ഷരം കിട്ടുന്നവർ എന്താണെന്നൊന്നും പറയണ്ട, കയ്യിൽ അവിടെ ഒളിപ്പിച്ച് വെച്ചാൽ മതി. തുറക്കരുത്, ദയവചെയ്ത് തുറക്കരുത്. നമ്മുടെ ഗെയിമിൻ്റെ നിയമം അനുസരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, തുറക്കരുത്. ഞങ്ങൾ പറയുമ്പോൾ മാത്രം അക്ഷരം തുറന്നാൽ മതി. ഓക്കെ, ഓക്കെ. എല്ലാവരും ഈ ബൗളിലുള്ള 3 അക്ഷരങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഗെയിം പറയാം. അപ്പൊ നമുക്ക് ഈ അറ്റത്തും തുടങ്ങാം അല്ലേ? ഇവിടെ തുടങ്ങാം അല്ലേ? പേര് പറഞ്ഞത് ഷുഹൈബ്. അപ്പൊ ഷുഹൈബിൽ നിന്നാണ് നമ്മൾ മത്സരം തുടങ്ങാൻ പോകുന്നത്. ഷുഹൈബിന്റെ കയ്യിലുള്ള അക്ഷരം തുറന്നിട്ട് അതിൽ അക്ഷരമുണ്ട്. അപ്പോ ആ അക്ഷരം തുടങ്ങുന്ന സ്ഥലപ്പേരുകൾ. ഇപ്പോ വ എന്നാണ് അക്ഷരമെങ്കിൽ വടകര. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്ഥലപ്പേര് പറയുന്ന ആൾക്കാണ് നമ്മുടെ സമ്മാനം. അപ്പോൾ നമുക്ക് നോക്കാം
ആരാണ് ഏറ്റവും കൂടുതൽ അക്ഷരം പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഷുഹൈബിന്റെ എന്താണ് അക്ഷരം നോക്കാം. ഷുഹൈബിന് കിട്ടിയിരിക്കുന്നത് ക്ലാ അല്ല മാ. അപ്പൊ മായാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മാ തുടങ്ങുന്ന ഏതക്ഷരം, മാ, മീ, മൂ അങ്ങനെയുള്ള ഏതക്ഷരത്തിൽ നിന്ന് വേണമെങ്കിലും സ്ഥലപ്പേര് തുടങ്ങാം. ഇവർക്ക് എത്ര സമയമാണ് കൊടുക്കുന്നത്? 1 മിനിറ്റ് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ എത്ര സ്ഥലം പേര് പറയുന്നത് നമുക്ക് നോക്കാം. 1 മിനിറ്റ് നമ്മൾ കൂടുതൽ കൊടുക്കും. നമ്മൾ ഗവൺമെന്റ് ടൈമർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഹൈബിന്റെ സമയം ഇവിടെ ആരംഭിക്കുകയാണ്. വടക്കര, മാടായി, മലമ്പുഴ, 4. ഷുഹൈബ് 4 പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ജൂനിയർ ഒളിമ്പിക്സ് ആണ് കഴിക്കുന്നത്. ഷുഹൈബ് ഓർത്തെടുക്കുകയാണ്. പുറത്തുനിന്ന് ആരും തന്നെ സഹായിക്കണ്ട. ഷുഹൈബ് 4 അക്ഷരം 4 സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര, 5, മുംബൈ 6, മൂലക്കീൽ അത് 7ാമത്തെ സ്ഥലപ്പേര് പറഞ്ഞു. സോറി, സ്റ്റോപ്പ്. 7 നാടിന്റെ പേരുകളാണ്. 7 സ്ഥലപ്പേരാണ് ഷുഹൈബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തുണ്ടല്ലോ, 7 സ്ഥലപ്പേര് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഷുഹൈബിന്റെ റെക്കോർഡ് തകർക്കാൻ നമുക്ക് അഫ്സലിന്റെ അക്ഷരം എന്താണ്? എന്താണ് സമ്മാനിച്ചിരിക്കാൻ? ചിരിക്കാനുണ്ടോ? ഓക്കെ, അഫ്സൽ പാ തുടങ്ങുന്ന അക്ഷരം എന്താ? അഫ്സലിന്റെ സമയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഫ്സലെ പാ. വാർഷികാട് 1, 2, പാലക്കാട് 3, പാലക്കോട് 4. നമ്മുടെ നാട്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ കയറണമെങ്കിൽ എയർപോർട്ട് വേണം. പുതിയൊരു 5. അഫ്സലിന്റെ സമയം തീരാൻ പോവുകയാണ്. 5 മാത്രമേ പറഞ്ഞു, 7 പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓക്കെ. അഫ്സലിന്റെ സമയം കഴിഞ്ഞു. 5 പാ തുടങ്ങുന്ന സ്ഥലപ്പേരുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മുമ്പത്തെ 2ാമത്തെ സ്ഥാനത്താണ് കൊടുക്കുന്നത്. മറ്റേ നമ്മുടെ 7 അക്ഷരം 7 സ്ഥലപ്പേര് പറഞ്ഞിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സുഹൈലിന്റെ അക്കയുടെ കാസർഗോഡ്, കാനങ്ങാട്, കോഴിക്കോട്, കക്കാട് 4, കുറ്റൂര്, 5, കേരളം, 6, കർണാടക, 7, കണ്ണൂർ, കുപ്പം, 9, കേരള, 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 10. കോറലായി, കോറലായി, കോറലായി. ഓക്കെ, 10. കഴിഞ്ഞോ? സ്റ്റോപ്പ് കഴിഞ്ഞോ? കക്കാട്, കല്യാശ്ശേരി, 12, കൂത്തുപറമ്പ്, 14,
കഴിഞ്ഞു. 14 സ്ഥലപ്പേര് പറഞ്ഞുകൊണ്ട് സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സുഹൈലാണ്. സുഹൈലിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം സലാഹുദ്ദീനെ ഞങ്ങൾ സാധനം ക്ഷണിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എത്ര സ്ഥലപ്പേര് ഓർമ്മയുണ്ടാവുമെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. തയ്യാറുള്ള സ്ത്രീകൾ കുട്ടികളായാലും ആരായാലും പ്രശ്നമില്ല. 3 ആൾക്ക് സ്റ്റേജിലേക്ക് കടന്നിടാം. നമുക്ക് ഇതേ മത്സരം നമ്മുടെ സ്ത്രീകൾക്ക് എത്ര സ്ഥലപ്പേര് അറിയാം എന്ന് നമുക്ക് നോക്കാം. വിട്ടുകൊടുക്കാൻ പറ്റില്ല. ശക്തമായ മത്സരം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പരിചയപ്പെടാം. ആരും തന്നെ തുറക്കരുത്. നമ്മുടെ മത്സരം ആരംഭിക്കുമ്പോൾ മാത്രമേ തുറക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ അറ്റത്തു നിന്ന് തുടങ്ങാം. അപ്പോൾ എത്ര സ്ഥലപ്പേര് പറയുന്നത് നിങ്ങളെല്ലാവരും കൗണ്ട് ചെയ്തോളൂ. കിട്ടിയത് താ എന്ന അക്ഷരമാണ്. താ. അപ്പോൾ തായ് തളിപ്പറമ്പ്, താണ, 2, താവം, 3, തെക്കുംപാട്, 4, തിരുവനന്തപുരം, തിരുക്കൽപ്പൂര്, 6, തൃശൂർ, തിരുവനന്തങ്ങാടി, തിരുവല്ലാടി, തിരുവനന്തപുരമാണോ? തിരുവനന്തപുരമാണ്. അപ്പൊ എത്രയും 8 പേരായി. ആരും തന്നെ പറഞ്ഞു കൊടുക്കരുത്. സമയം കഴിഞ്ഞോ? സമയം കഴിഞ്ഞു. കഴിഞ്ഞു. 8 പേരാണ്. 8 പേര് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇനി എന്നെ ആരെങ്കിലും തോൽപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ആളുടെ ഫൗസിയ തുറക്കാം. ഇതാ സമയം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. 1, 2, ചെമ്പന്തൊട്ടി, 3, ചുങ്കം 4. സമയം അവസാനിക്കാൻ പോവുകയാണ്. ഓർത്തോർത്ത് പെട്ടെന്ന് പറയണം. ചാലാട് നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഇല്ലല്ലേ? ഓക്കെ. 5. നല്ല മത്സരം തന്നെയായിരുന്നു. 5. ചാക്ക് വള്ളിയിടാം, പുള്ളിയിടാം, ദീർഘമിടാം എന്ന് കേട്ടോ. ചാ, ചി, ചു ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. സമയം കഴിഞ്ഞില്ലേ? ഓക്കെ. നമുക്ക് അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കാം. 5 ഉത്തരം. 5 സ്ഥലപ്പേരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം ആരാണ് ഇനി ഒന്നാമതായി എത്തുന്നത്. നമുക്ക് നോക്കാം. അടുത്ത മത്സരാർത്ഥി ഖൈറുന്നീസയാണ്. നമുക്ക് നോക്കാം എന്താണ്. അതെ വാ. വയനാട്, 1, 2, 3, 4,
4 വാ 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 വാ. വായിൽ 4 സ്ഥലത്തിനായി. സമയം തീരാൻ പോവുകയാണ്. ഓർത്തോർത്ത് പെട്ടെന്ന് പറയുന്നതാണ്. വെങ്ങന പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. അപ്പൊ 4 ആയിട്ടുള്ളൂ. 4 ഇനിയുണ്ട്. വാ. നമ്മൾ തിന്നുന്ന സാധനത്തിൽ തുടങ്ങുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് വായിൽ. സമയം തീരാൻ പോവുകയാണ്. ഇതാ സമയം തീർന്നു നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ ആരാണ് 1ാം സമ്മാനത്തിൽ അർഹനെന്ന്. അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അബ്ദുള്ള ക്ഷണിച്ചു. ഈ മത്സരത്തിൽ സഹായിച്ച 3 പേർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നല്ല മത്സരം തന്നെയായിരുന്നു ഇവിടെ കാഴ്ചവെച്ചവർ. किसी रोज तुमसे मुलाकात होती, रोज तुमसे मुलाकात होती, मेरी जान किस दिन मेरे साथी होगी, मगर कब न जाने ये बरसाती होगी। मेरा दिल है प्यासा, मेरा दिल अकेला, जरा तस्वीर से तू निकल के सामने आ मेरी महबूबा, मेरी तकदीर में तू निकल के सामने आ मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, जरा तस्वीर से तू निकल के सामने आ मेरी महबूबा। याद जब से मैं शायर हूँ तेरा, तू मेरी गजल है बड़ी बेकरारी, मुझे आजकल है बड़ी बेकरारी, मुझे आजकल है, मुझे आजकल जरा तस्वीर से तू निकल के सामने आ मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा। थैंक यू।
വളരെ രസകരമായ ഒരു മത്സരമാണ്. നല്ലൊരു മത്സരം കൂടിയാണ് അടുത്ത് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കലാകാരന്മാരും ഒരുപാട് പ്രതിഭയുള്ളവരുമുണ്ടെന്ന് നമുക്കറിയാം. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മിക്ക കുട്ടികളും പല പല രംഗത്തും ശോഭിക്കുന്നവരാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഒരു കലാവൈഭവം തെളിയിക്കുന്നതിനുള്ള ഒരു മത്സരമാണ് അടുത്തതായി ഞങ്ങളിവിടെ നടത്താൻ പോകുന്നത്. അതിനു മുമ്പായി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മാരത്തോൺ മത്സരമുണ്ട്, പാചക മത്സരമുണ്ട്, പിന്നെ ഓപ്പൺ ഫോറമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും തുറന്ന് സംസാരിക്കാം. ഒരു തുറന്ന ചർച്ച ഓപ്പൺ ഫോറം ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ സ്കൂൾ എങ്ങനെയായിരിക്കണമെന്നും ഇനി സ്കൂളിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും എന്തൊക്കെ ചെയ്യാനാകുമെന്നും നിങ്ങൾക്ക് ഈ ഓപ്പൺ ഫോറത്തിലൂടെ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഓപ്പൺ ഫോറം കൂടിയുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണം കൂടി ഉച്ചയ്ക്ക് ശേഷം നടത്താനിരിക്കുകയാണ്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആവശ്യകത എന്താണെന്നും അത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഉപയോഗപ്രദമാകുമെന്നും നമുക്ക് പൂർവ്വ സംഘടനാ രൂപീകരണത്തിലൂടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനാ രൂപീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൂടി ഉച്ചയ്ക്ക് നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ മത്സരം തുടങ്ങുകയാണ്. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു മത്സരം കൂടിയാണ്. ദയവ് ചെയ്ത് 3 പേർ ഇങ്ങോട്ട് കടന്നു വരാം. വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് കുറച്ച് അഭിനയിക്കാൻ താല്പര്യമുള്ള ചങ്കുറപ്പുള്ളവർ വന്നാൽ മതി. 3 പേർ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. അഭിനയിക്കാൻ താല്പര്യമുള്ള 3 പേർ പ്ലീസ്. ഓക്കെ, ഇനി ഒരാൾക്ക് കൂടി വരാം. പ്ലീസ് വെൽക്കം. ഒരാൾ കൂടി എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. അപ്പോ നേരത്തെ പോലെ തന്നെയാണ് 3 ആൾക്കും 3 സ്ലിപ്പ് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് തുറക്കുന്നതാണ്. അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഒരു അഭിനയിച്ച് കാണിക്കും. അപ്പോൾ നമ്മുടെ ആബിദിന്റെയും മുസ്തഫയുടെയും നമ്മുടെ ഗായകനൊക്കെ അഭിനയ പാഠവും കൂടി നിങ്ങളിപ്പോൾ കാണാൻ പോവുകയാണ്. ഇതിന്റെ വിധികർത്താക്കൾ നിങ്ങൾ തന്നെയാണ്. അതെ, തീർച്ചയായും നിങ്ങൾക്ക് പറയാം ആരാണ് ഏറ്റവും നല്ല അഭിനേതാവ്. അവർക്ക് ഞങ്ങൾ സമ്മാനം കൊടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ 3 കിട്ടില്ലോ, സ്ലിപ്പ് കിട്ടില്ലോ? നമുക്ക് ഓരോന്ന് പരിചയപ്പെടണ്ടേ? മുസ്തഫ, ഇതാ ആദ്യത്തെ നടനെ പരിചയപ്പെട്ടു, മുസ്തഫ. അപ്പൊ മുസ്തഫ അഭിനയിക്കേണ്ട റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മുസ്തഫ തുറന്നോളൂ. മുസ്തഫ അഭിനയിക്കേണ്ടത് കള്ളുകുടിയൻ. പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടതുണ്ടോ? മുസ്തഫ കള്ളുകുടിയനായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. മുസ്തഫ റെഡിയാണ്? റെഡിയല്ലേ മുസ്തഫ? അല്ല, റെഡിയല്ല. മുസ്തഫക്ക് അഭിനയം ശരിയല്ലാന്ന് പറയുന്നത്. അപ്പൊ മുസ്തഫ തോറ്റ് പിൻവാങ്ങി. നല്ലൊരു പൂവലുള്ളൂ മുസ്തഫക്ക്. അപ്പൊ നമുക്ക് ആബിദ്, അടുത്ത ആബിദാണ്. അതിന്റെ കള്ളുകൂടിയുടെ റോൾ ചെയ്യാൻ തയ്യാറായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അഫ്സൽ റെഡിയാണ് അല്ലേ? അഫ്സൽ റെഡിയല്ലേ? അപ്പൊ മുസ്തഫക്ക് പകരക്കാരനായിട്ട് കള്ളുകൂടിയുടെ റോൾ അഫ്സൽ ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. വാച്ച് ഇറ്റ്. ഡയലോഗ്സ് ആവാം. ഡയലോഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയലോഗ്സ് അത്യാവശ്യമാണ്. ഡയലോഗ്സ് വേണം. ഒരു ഗ്ലാസ് കൂടി. എന്നും പറ്റില്ലാത്ത അവസ്ഥയിൽ പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഒരു പകരക്കാരനെ കൂടി വെക്കാം. ആർക്കും തയ്യാറാണെങ്കിൽ. അഫ്സൽ മോശമില്ലെന്ന് അഭിനയിച്ചു. ഇനി അഫ്സലിനെ കടത്തിവിട്ടാൻ സാബർ വന്നിട്ടുണ്ട്. അപ്പൊ സാബർ അവിടെ നിൽക്കട്ടെ. സാബർ ആ റോള് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടെ നിൽക്കും. നമുക്ക് ആബിദിന്റെ
ഇതെന്താണ് നോക്കാം, റോൾ എന്താ നോക്കാം. ഓക്കെ, അടുത്തായി നമുക്ക് ആബിദിനെ പരിചയപ്പെടാം. ആബിദിനെ കിട്ടിയ റോൾ എന്താണ് നമുക്ക് നോക്കാം. ആബിദിന് കിട്ടിയിരിക്കുന്നത് ചട്ടമ്പി, അതായത് ഗുണ്ട. ആബിദ് നിങ്ങൾക്ക് മുന്നിൽ ഒരു ചട്ടമ്പിയുടെ റോളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തുന്നതാണ്. ഇതാ നമുക്ക് കാണാം, ആബിദ് ഗുണ്ട. വെറുതെ നടക്കും സാർ, റോഡിന്റെ അടുക്കലടാ, വെറുതെ വഴി നടക്കും. ഓക്കെ, താങ്ക് യു ആബിദ്, താങ്ക് യു. നിങ്ങൾ കണ്ടല്ലോ ആബിദിന്റെ പെർഫോമൻസ് കണ്ടല്ലോ. കൈലി നാടൻ ഗുണ്ടനാണ്. ഇതാണ്ട് ഒരു ബട്ടൺ പൊട്ടിയെന്ന് തോന്നുന്നു ആബിദിന്റെ ബന്ധത്തിൽ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് സഫീറാണ്. സഫീർ അല്ലേ? സഫീർ എന്താ കിട്ടിയത് നമുക്ക് നോക്കാം. ചെറിയ കുട്ടി, നമ്മുടെ ഒരു അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ നമുക്ക് സഫീർ ഒരു ചെറിയ കുട്ടിയായാൽ എങ്ങനെയുണ്ട് നോക്കാം. ചെറിയൊരു ആൺകുട്ടിയായിട്ടാണ് സഫീർ വരാൻ പോകുന്നത്. എത്ര വയസ്സാവാം? എത്ര വയസ്സാവാം? ചെറിയ കുട്ടിയാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് ബോധ്യമായ മതി. പൈസയില്ല മോനെ, പൈസയില്ല. അതാ നീ അപ്പുറത്തേക്ക് കാക്കാൻ എടുക്കും. സഫീർ ചെറിയ കുട്ടിയെ അവതരിപ്പിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ജഡ്ജ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ സാബിർ ഇവിടെ കള്ളുകൂടിനെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ സാബിറിന്റെ കൂടി പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ ജഡ്ജ്മെന്റ് നടത്താൻ പറ്റൂ. ജഡ്ജസ് നിങ്ങൾ തന്നെയാണ്, നിങ്ങളാണ് വിധി പറയേണ്ടത്. അപ്പോൾ നമുക്ക് സാബിറിന്റെ കള്ളുകൂടിയൻ സാബിർ. സാബിർ റെഡിയല്ലേ? സാബിർ റെഡിയല്ലേ? നീ എന്താണ് നോക്കി ചിരിക്കുന്നത്? കയ്യും പൊട്ടിട്ടാണോ? കൊറേ തിരിക്കുന്നതിനെ വെച്ചിട്ട് നീ ആരാ? ഓർക്കിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കല് നമ്മ കേറിയ പ്രശ്നം അല്ലേ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു സാബിർ, താങ്ക് യു. നിങ്ങൾക്ക് പ്രവചിക്കാം ആരാണ് ഫസ്റ്റ് പ്രൈസ്? പറയാം. സഫീർ, അഫ്സൽ. കൈവക്കെ സാബിറിന്റെ അടുത്തതായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കവാലയാണ് നടക്കാനിരിക്കുന്നത്. അവതരിപ്പിക്കുന്നതിന് വേണ്ടി ദർബാർ ദ ബോയ്സ് ഓഫ് ട്രഡീഷൻ മാർട്ടുകളിലെ ക്ഷണിച്ചുകൊള്ളും. कदम बढ़ाए, हाथों को मिटा ले, आजा गालिबन में पिका घर तेरा, तेरे बिन खाली आजा खालीपन में
तेरे बिन खाली आजा खालीपन में रंग रेसा रंग रेसा रंग रेसा ओ रंग रेसा कुन फाय कुन कुन फाय कुन फाय कुन फाय कुन फाय कुन फाय Fayakun kun fayakun 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 जब कहीं पे कुछ नहीं भी नहीं था वही था वही था वही था वही था जब कहीं पे कुछ नहीं भी नहीं था वही था वही था वही था वही था वो जो मुझ में समाया वो जो तुझ में समाया मौला वही वही माया वो जो मुझ में समाया वो जो तुझ में समाया मौला वही वही माया कुन फायकुन कुन फायकुन सदक़ल्लाहुल अलीयुल अज़ीम रंग रेसा रंग मेरा तन मेरा मन ले ले रंगा ही चाहे तन चाहे मन रंग रेसा रंग मेरा तन मेरा मन ले ले रंगा ही चाहे तन चाहे मन सजरा सवेरा मेरे तन भर से गजरा अंधेरा तेरी छाती ना सजरा सवेरा मेरे तन भर से गजरा अंधेरा तेरी छाती ना तगरा मिला जो तेरे दरबार से ओ मौला मौला कुन फायकुन कुन फायकुन कुन फायकुन कुन फायकुन कुन फायकुन कुन फायकुन 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 कुन फायकुन 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 जब कहीं पे कुछ नहीं भी नहीं था वही था वही था वही था वही था जब कहीं पे कुछ नहीं भी नहीं था वही था वही था वही था वही था कुन फायकुन सदक़ल्लाहुल अलीयुल अज़ीम सदक़ रसूलुहुल नबियुल करीम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम मुझ पे करम सरकार तेरा अर्ज तुझे कर दे मुझे मुझसे ही रिहा अब मुझको भी हो दीदार मेरा कर दे मुझे मुझसे ही रिहा मुझसे ही रिहा
वसल्लम सल्लल्लाहु अलैहि वसल्लम।